ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാന്ദ്രാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമുക്ക് ഐബ്രോസ് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. എല്ലാവർക്കും ഫില്ല് ചെയ്യാൻ അറിയാമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അറിയില്ലാത്തവരും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും അറിയില്ലാത്തവരുണ്ടെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ അപ്ലൈ ചെയ്യും, പക്ഷെ അത് എന്തോ ശരിയാവാറില്ല. അങ്ങനെ അവർ വീണ്ടും വായിച്ചോളാം, വീണ്ടും അങ്ങനെ ചെയ്യുന്നവരോടാണ് ഞാൻ പ്രത്യേകം പറയണത്. നല്ല വോളിയം എന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. ആദ്യം തന്നെ വേണ്ടത് എന്താ, ഐബ്രോ പെൻസിൽ. അത് മസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിലിന്. അത് ഷെയ്ഡ് തന്നെ ഉണ്ടോ. അപ്പോൾ ആരും അങ്ങനെ ബ്ലാക്ക് യൂസ് ചെയ്യാറില്ല. എൻ്റെയൊക്കെ സ്കിൻ ടോൺ പോലെ അല്ലെങ്കിൽ ഈ ഇത്ര ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ ഈ ഷെയ്ഡ് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡായത്. അത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും, എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യണ സമയത്ത് ഈ പോർഷൻ കണ്ട് ഈ പോർഷനിൽ ടച്ച് ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ നമുക്ക് ഔട്ട്ലൈൻ വരക്കാം, പക്ഷെ ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് പെട്ടി പോലെ ആക്കരുത്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടി പോലെ ആക്കിയാൽ അതൊരു നമ്മൾ വരച്ച് വെച്ചേക്കണ പോലെ ഇരിക്കും. അപ്പം ഏറ്റവും നല്ലത് നമുക്കൊരു നല്ലൊരു പിരികായിട്ട് തോന്നണ്ടേ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിൽ ഞാൻ ചെയ്യണ പോലെ ഇവിടെ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ എത്തുമ്പോൾ എന്നിട്ട് കണ്ടോ എൻ്റെ ചെയ്യാം. പിന്നെ മേളിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഈ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പെൻസിൽ എപ്പോഴും ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഇട്ട് വരയ്ക്കുമ്പോൾ എന്നുവെച്ചാൽ ഒന്നുകൂടി ഷാർപ്നെസ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പെൻസിൽ പിടിക്കുമ്പോൾ ഒരു ഇച്ചിരി പുറകോട്ട് ഇറക്കി തന്നെ പിടിക്കുക. ഇത് നന്നായിട്ട് ഇവിടെ ഞാനിവിടെ ടച്ച് ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പം നമ്മുടെ വെച്ചാൽ നമ്മളൊരു പിരികം ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കുക. അതാണ് ഏറ്റവും നല്ല ഭംഗി കാണാനും. അപ്പോൾ ഇച്ചിരി വോളിയം തോന്നിക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കണ്ടോ ഇവിടെ എത്തുമ്പോഴത്തേക്കും നിർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് ഡാർക്കല്ല, അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ. ഇവിടെ ഇത്തിരി ഡാർക്ക്നെസ് കൂടിയാലും ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ളൂ. ശരിക്കും ഇവിടെ ഒരുപാട് അങ്ങ് ഡാർക്ക് ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം കണ്ടോ, ഇപ്പം രണ്ട് പിരിയത്തിൻ്റെയും വ്യത്യാസം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആർക്കാണെങ്കിലും. ഇത് നമ്മൾ ഇതിൽ തന്നെ കോമ്പുണ്ടാവും, അല്ലെന്നാണെങ്കിൽ വേറെ എടുക്കുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തെന്നിച്ചാണ് കൊടുക്കേണ്ടത്. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാതെ ഇങ്ങനെ തെന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷ് ആയിരിക്കും. ഇവിടെ അതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തെന്നിച്ച് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യട്ടെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് മേളിലോട്ട് ഒന്ന് തെന്നിച്ച് കൊടുക്കുക. പക്ഷേ ഇതിൽ എക്സസ് ഇരിപ്പുണ്ട്. അപ്പോൾ എക്സസ് ഉള്ളത് ഇങ്ങനെ അങ്ങ് പൊക്കോളും മേളിലോട്ട്. അപ്പോൾ അവിടെയും ഏകദേശം ശരിക്കും ഫില്ല് ആവുകയും ചെയ്യും. ഇതുണ്ട്, ഈ രണ്ട് പിരികം വെച്ച് നോക്കിയിട്ട് നല്ല ഡിഫറൻസ് ഇല്ലേന്ന് നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇതേപോലെ നമുക്ക് ഇപ്പുറത്ത് ഫില്ല് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ബിഗിനേഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ എളുപ്പം. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ, പിന്നെ ഇവിടെ ഇതേപോലെ ഈ ഒരു പോർഷൻ എത്തുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എൻഡിങ് എവിടം വരെ ഉണ്ടോ അവിടം വരെ നമുക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് എന്തോരം വേണോ അത്രയും ഡാർക്ക് ചെയ്യുക. പെൻസിൽ ഹോൾഡ് ചെയ്യാൻ എപ്പോഴും ഇവിടെ തന്നെ ചെയ്യാം. കണ്ടോ, ഇതേപോലെ ചെയ്തിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ പെൻസിൽ ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് ഇത് കണ്ടോ ഇവിടെ ഇതിങ്ങനെ തെന്നിച്ച് കൊടുത്താൽ അതവിടെ ഫില്ലായിക്കോളും. ബാക്കി നമ്മൾ എക്സസ് തന്നെ ഇങ്ങോട്ട് കണ്ടോ ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ പിരികത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്, എത്രത്തോളം വോളി അതിൽ കയറി. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന പിരികാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എക്സസ് നല്ല വ്യത്യാസമായിട്ടല്ലേ. അപ്പം നമ്മൾ ഏതൊരു പിരികം വെച്ചാൽ ഒട്ടും പിരികില്ലാത്തവർക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ എടുത്ത് വരയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോഴെന്ന് വെച്ചാൽ ഒരുപാട് ഡാർക്ക് ആവുകയും ചെയ്യുന്നത്. ഈ ഒരു പോർഷനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പോർഷൻ നമ്മൾ അധികം ഡാർക്ക് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസമായിരിക്കും. അപ്പോൾ ചെയ്യാൻ ഇതുവരെയും കിട്ടാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നാണെങ്കിൽ ചെയ്ത് നോക്കണം. ചെയ്തിട്ട് നല്ല രീതിയിൽ കിട്ടിയെന്നാണെങ്കിൽ എന്നെ അറിയിച്ച് എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യണം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കണം. ടിൽ ദെൻ ബൈ.